നടത്താൻ കാരണം കേന്ദ്രമന്ത്രി രാജിവെക്കണം എന്തായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രധാന ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാത്ത സാഹചര്യമുണ്ട്. മറ്റ് രണ്ട് ആവശ്യങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്, പ്രത്യേകിച്ച് സോനം വാങ്ചുക് അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചതും ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതും FIR പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഈ പദവിയിൽ നിന്ന് മാറണം. രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ സൗരദാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നിരന്തരമായി യുവാക്കളെയും വിദ്യാർത്ഥികളെയും ജന്തർ മന്ദിർ പരിസരത്ത് സജീവമായി തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ആ അറസ്റ്റുകൾ ഉണ്ടാകില്ല എന്ന ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ 2 മണി വരെ കേന്ദ്ര സർക്കാരിന് എന്താണെങ്കിലും രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സമയം നൽകിയിരിക്കുന്നു. അതായത് നാളെ കൂടി ഈ പ്രതിഷേധത്തിന് ഇത്തരത്തിൽ മൂർച്ചയോടെ പ്രതിഷേധം മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം നിലപാട് ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിനോട് എന്താണെങ്കിലും കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് സമരം ഇന്നിപ്പോൾ അവസാനിക്കില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. ഇനിയിപ്പോൾ സമരം വേണ്ടിവന്നാൽ രാജ്യവ്യാപകമായി തന്നെ കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകും എന്ന മുന്നറിയിപ്പ് കൂടി കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധികൾ ഇവിടെ വെച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ധർമ്മേന്ദ്ര പ്രധാൻ രാജി കഴിയുന്നവരെ രാജിവെക്കുന്നതുവരെ ഈ സമരം തുടരും എന്ന നിലപാട് ശക്തമായി തന്നെ നേതാക്കൾ ഇവിടെ അറിയിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച, അതായത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ അതിനൊരു തീരുമാനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ ചർച്ച പരാജയം എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. യെസ്, അതാണ് ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 1 മാസത്തിലധികമായി നീണ്ടു നിൽക്കുന്ന, രാജ്യമാകെ ശ്രദ്ധിക്കുന്ന, രാജ്യമാകെ ഏറ്റെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ യുവജന പ്രസ്ഥാനങ്ങളുടെ ആ ഒരു സമരം, CJP നേതൃത്വം നൽകുന്ന ആ ഒരു സമരത്തിൽ ഇപ്പോൾ പല തവണകളായി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് ഈ ചർച്ചയ്ക്ക് വന്നത്. 2 CJPയുടെ നേതാക്കളും ഉണ്ടായിരുന്നു ചർച്ചയ്ക്ക്. 1 മണിക്കൂറോളം നീണ്ടുന്നൊരു ചർച്ച. പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നത് ഈ ചർച്ച ഏറെക്കുറെ പരാജയപ്പെട്ട സ്ഥിതിയിലേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോബിളിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, നോബിൾ നമുക്കറിയാം, നേരത്തെ നോബിൾ പറഞ്ഞു തന്നെയാണ്, ഈ 2 ആവശ്യങ്ങൾ നേരത്തെ തന്നെ അംഗീകരിച്ചതാണ്. പിന്നെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. അപ്പോൾ അത് അനുവദിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചർച്ചയ്ക്ക് കേന്ദ്രമന്ത്രിമാർ തയ്യാറായത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ ചർച്ചയിലേക്ക് ഈ നേതാക്കൾ വരുന്നതിന് മുമ്പ് തന്നെ അഭിജിത് ദീപ്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറഞ്ഞതാണ്, രാജിയില്ലാതെ മറ്റൊരു സമവായത്തിനും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത്. ഇപ്പോൾ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ സമയം തേടുകയാണ്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ എന്ത് നീക്കുപോക്കുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? ധർമ്മേന്ദ്ര പ്രധാന കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണോ, അതോ ആ രാജിയുടെ കാര്യം വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? ഇനി രാജി വെച്ചില്ല എങ്കിൽ എന്ത് നടപടിയിലേക്ക് പോകും കേന്ദ്ര സർക്കാർ? അപ്പോൾ ഈ നാളെ 2:30 മണി വരെയുള്ള ഒരു സമരം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ച സംബന്ധിച്ച്, അല്ലേ നോബിൾ? Thank you.